ഇനിയൊരു മുനമ്പം ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല. അത് ഈ BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ കൂടി മാത്രമാണ്. അല്ലെങ്കിൽ എനിക്കോ മഞ്ജുഷനോ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ആരാണ് എപ്പോഴാണ് വഖഫ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇതിന് 100-ൽ 100 മാർക്കും ഇപ്പോഴത്തെ BJP സർക്കാരിന് കൊടുത്തേ പറ്റൂ. അതാണ് സുപ്രീം കോടതി ഇൻ്റർവ്യൂ ഓർഡറിലും കൊടുത്തത്. കൊണ്ടുവന്ന പുതിയ ഭേദഗതിയിൽ ഒന്നുപോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമങ്ങളൊക്കെ ഈ ഭരണഘടനാപരമായ കാര്യങ്ങളാണ്. ഒരു കാര്യം എനിക്ക് മുജീബിനോട് പറയാനുള്ളത്, ആര് വഖഫാണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൽ പെർമനൻ്റ് ഡെഡിക്കേഷൻ, ഐ റിപ്പീറ്റ്, പെർമനൻ്റ് ഡെഡിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. 1950 സിദ്ദിഖ് സെവ്റ്റുവിൻ്റെ പ്രമാണത്തിൽ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ട്. നോമൻക്ലേച്ചർ കൊണ്ട് മാത്രം ഒരു വസ്തു വഖഫായില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? വഖഫ് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു, പർപ്പസ് പറയുന്നു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വേണമെങ്കിൽ എല്ലാ അവകാശങ്ങളും പട്ടയം, കരുന്തീരുവ, കൈവശാവകാശം ഇൻക്ലൂഡിങ് വിൽക്കാനുള്ള റൈറ്റ് വരെ വച്ചുകൊണ്ടാണ് ആ പ്രമാണം എഴുതിയിരിക്കുന്നത്. വിൽക്കാനുള്ള റൈറ്റ് കൊടുത്തപ്പോൾ തന്നെ അത് വഖഫ് അല്ലാതായി മാറി. രണ്ടാമത്, എന്തെങ്കിലും ഒരു കാലത്ത് ഈ ഫറൂഖ് കോളേജ് നിലവിലില്ലാതെ വരികയും ബാക്കി എന്തെങ്കിലും അവശേഷിക്കുകയും ചെയ്താൽ വീണ്ടും അത് സ്വന്തം ചെയ്യുന്നത് വിൽക്കാമെന്നുള്ളതാണ്. ആ വസ്തു തിരികെ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എനിക്കോ എൻ്റെ സന്തതികൾക്കോ വന്നു ചേരും എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മുജീബേ, ഇത് എങ്ങനെയാണ് വഖഫാവുന്നത്? ശരി, ശ്രീ രാഹുൽ ഈശ്വർ, പ്രശ്നപരിഹാരം താങ്കൾ പറയുന്നത് ഈ എന്താണ്, ഈ മുനമ്പത്തെ ജനങ്ങളെ മറ്റെവിടെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണോ? അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഇതൊരു വളരെ സെൻസിറ്റീവാണ്. ഇതിൽ നമ്മൾ ഈ ഇസ്ലാമോഫോബിയയുടെ ആംഗിൾ കൊണ്ടുവരാതെ ഇത് ചർച്ച ചെയ്യണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വേറെ ആരെങ്കിലും പ്രോപ്പർട്ടി അല്ല, ഞാൻ ആരും കൊണ്ടുവന്നല്ല, ബ്രോഡ്ലി നമ്മുടെ ഡിബേറ്റുകളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ മുസ്ലിം സഹോദരങ്ങൾ വേറൊരാളുടെ പ്രോപ്പർട്ടി പിടിച്ചു കയറാനൊന്നും നോക്കുന്നവരല്ല. അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ പ്രോപ്പർട്ടി മുഴുവൻ തട്ടിയെടുക്കാൻ നിൽക്കുന്നവരാണെന്നും ധരിക്കണ്ട. പിൻവലിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ സൂചി വെക്കാൻ ഇടം കൊടുത്തിട്ടുള്ള ആ ഉപമയും പിൻവലിക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? സെക്ഷൻ 40 അമിതാധികാര പ്രയോഗത്തിന്റെ, അതായത് മുമ്പത്തെ വഖഫ് ആക്ടിലെ സെക്ഷൻ 40 അമിതാധികാര പ്രയോഗത്തിന്റെ സ്പേസ് ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അത് വളരെ കറക്റ്റാണ്. റീഡ് ഡൗൺ സെക്ഷൻ 4 and 5 രാഹുൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 4 and 5 പ്രകാരമാണോ ഈ സെക്ഷൻ 40യുടെ അടിസ്ഥാനത്തിൽ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത്? ഒരു ഞാനൊന്ന് തീർത്തോട്ടെ. സാറ് എഗ്രി ചെയ്യുമല്ലോ, സെക്ഷൻ 40 ഓവർ സ്ട്രെച്ചിങ് പവേഴ്സ് ഉണ്ടായിരുന്നു. അഥവാ സെക്ഷൻ 40യെ അമിതമായി സ്ട്രെച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 40 മാത്രം വായിക്കുമ്പോഴാണ് യു ഷുഡ് റീഡ് 4 and 5 ആൾസോ along with together with section 40. അല്ല, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അതിനുശേഷമേ ഡിസൈൻ ഇല്ലെന്നല്ല. പക്ഷേ സെക്ഷൻ 40, ഉദാഹരണം തമിഴ്നാട്ടിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാമനാഥപുരം ആണെന്ന് തോന്നുന്നു, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു അമ്പലം അടക്കം ഇരിക്കുന്ന സ്ഥലങ്ങൾ വഖഫ് ബോർഡ് അതിൻ്റെതാണെന്ന് ക്ലെയിം ചെയ്യുകയും അത് അവിടെ സാമുദായികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ നോർത്ത് ഇന്ത്യൻ ചാനൽസിലൊക്കെ ചർച്ചയ്ക്ക് ഇരുന്നത്. ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഓവർ ക്ലെയിമിംഗ് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ടാക്കും. പെട്ടെന്ന് 2 വരി കൂടി, വഖഫ് പവിത്രമാണ്, നമ്മുടെ ദേവസ്വത്തെ പോലാണ്, ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പോലെയാണ്. അവിടെയാണ് വഖഫ് ഭരിക്കാൻ നോൺ മുസ്ലിമായ ഒരാളെ കൊണ്ടുവരുന്നു തുടങ്ങിയ ക്ലോസുകൾ സ്വാഭാവികമായ മുസ്ലിം സഹോദരങ്ങൾക്ക് വിഷമമുണ്ടാക്കില്ലേ? നമ്മുടെ MP ആയ KC വേണുഗോപാൽ ശക്തമായി അവിടെ എണീച്ചെന്ന് പറയുണ്ടായി, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഗുരുവായൂരിൽ പോകുന്നുണ്ട്, എനിക്ക് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പക്ഷേ നാളെ മുസ്ലിമോ ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്നാൽ സ്വാഭാവികമായി എതിർപ്പുണ്ടാവില്ലേ? അപ്പൊ ഇതൊരു സെൻസിറ്റീവ് ബാലൻസിൽ വെച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഹിന്ദു ദേവസ്വത്തെ പോലെ തന്നെ പവിത്രം തന്നെയാണ് മുസ്ലിം വഖഫും. അപ്പോ അവർക്ക് വയലേഷൻ ഉണ്ടാകുന്നു എന്ന് തോന്നാത്ത രീതി പറയണം. നേരത്തെ ശ്രീ അൻവർ സാദത്തിന്റെ നിലപാട് പറഞ്ഞു. അൻവർ സാദത്ത് മതസൗഹാർദ്ദവാദിയായ മുസ്ലിം ആയതുകൊണ്ടാണ്, ബഹുസ്വരവാദിയായ മുസ്ലിം ആയതുകൊണ്ടാണ് ശക്തമായി മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിന്നത്. അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് വളരെ സെൻസിറ്റീവ് ആയ അംഗങ്ങളുടെ വഖഫ് ബോർഡിലെ അംഗങ്ങളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നില്ല കേട്ടോ. അവിടെ 2 മുസ്ലിങ്ങളാകാം എന്നാണ് അല്ലേ? ആകാം, കറക്റ്റാണ്, ആകാം, 2 മുസ്ലിങ്ങളാകാം. പിന്നെ സുപ്രീം കോടതി അഡ്വൈസറി ആയിട്ട് പറഞ്ഞു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആകുകയായിരിക്കും നല്ലതെന്ന് വാക്കാൽ പറഞ്ഞു. അവിടെ ശ്രീ മഞ്ജുഷ അങ്ങനെ പറഞ്ഞില്ല. സുപ്രീം കോടതി വാക്കാൽ പരാമർശം ഉണ്ടായിരുന്നു. വാക്കാൽ പരാമർശം വിലയില്ല രാഹുൽ, അത് എഴുതി വരും. അങ്ങനെയാണെങ്കിൽ ഈ വഖഫ് ബോർഡ്
മാറ്റിപ്പണിയാമല്ലോ അല്ലേ പുതിയ ഇപ്പോഴത്തെ അവിടെയാണ് അല്ല, രണ്ട് അതൊന്നും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാലാവധി രണ്ട്, ഉണ്ടല്ലോ. മുസ്ലിം സമൂഹത്തിനെ ഇൻട്രൂസീവ് ആകാതെ അവർക്ക് അവരെ വയലേറ്റ് ചെയ്യുന്നു എന്ന് തോന്നാത്ത രീതിയിൽ അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ലോങ് ലാസ്റ്റിംഗ് ആവൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.